ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നത്തിന് ഏതാണ്ട് ശാശ്വതമായ പരിഹാരം കണ്ടെത്താനായിട്ട് ഇസ്രയേൽ തീരുമാനിച്ചു എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് ഗാസ സിറ്റി കൺട്രോൾ പ്ലാൻ എന്ന രീതിയിൽ ഇസ്രയേൽ ഒരു പുതിയ നീക്കം നടത്താനായിട്ട് പോകുന്നു. അതിനു വേണ്ടിയിട്ട് അവരുടെ ആയുധ സംഭരണം വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വെസ്റ്റ് ബാങ്കിലെ ഭൂപടം മാറ്റുന്ന ഒരു പ്രക്രിയയിലേക്കാണ് ഇസ്രയേൽ കടന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇനി ലോക ഭൂപടത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഈസ്റ്റ് ജെറുസലേമിനപ്പുറത്തേക്ക് ഏതാണ്ട് 3400 വീടുകൾ നിർമ്മിക്കാനായിട്ട് പോകുന്നു. ആ 3400 വീടുകളിലേക്ക് ഇസ്രയേലിൽ നിന്ന് പല ഘട്ടങ്ങളിലായി പലായനം ചെയ്തവരെ ഉൾപ്പെടെ തിരിച്ചു കൊണ്ടുവരാനായിട്ടും ലക്ഷ്യമിടുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ളയ്ക്കുള്ള വലിയൊരു താക്കീതാണ്, ഹമാസിനുള്ള ഒരു വലിയ താക്കീതാണ്. കാരണം ഇറാൻ്റെ പിന്തുണയോടുകൂടി ഏതെങ്കിലും രാജ്യത്ത് ഇനി ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്താൻ ഏതെങ്കിലും ഭീകര സംഘടനകൾ രംഗത്ത് വന്നാൽ അമേരിക്കൻ പിന്തുണയോടുകൂടി ശക്തമായ വ്യോമാക്രമണവും കരസേനയുടെ മുന്നേറ്റവും നടത്തി ഞങ്ങൾ അവരെ ഫിനിഷ് ചെയ്യും. അതുകൊണ്ടാണ് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭൂപടത്തിൽ നിന്ന് നീക്കാനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഏതാണ്ട് EI സെറ്റിൽമെൻറ്റ് പ്രൊജക്റ്റ് എന്ന പേരിലാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനെ യൂറോപ്യൻ യൂണിയൻ ശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട്. ഒപ്പം ബ്രിട്ടനും ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു. മാത്രമല്ല ഐക്യരാഷ്ട്രസഭ വലിയ ആശങ്ക പുലർത്തുന്നുണ്ട്. അവർ ഇതുമായിട്ട് മുന്നോട്ട് പോകരുത് എന്നുള്ള ചില സൂചനകളൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ കൊടുക്കുന്ന ആഹാരം, മരുന്ന്, അതുപോലെ തന്നെ വെള്ളം, ഇവയെല്ലാം തന്നെ ഹമാസ് പോരാളികൾ ഈ പലസ്തീൻ ജനതയെ അല്ലെങ്കിൽ ഗസയിലെ നിവാസികളെ ഹ്യൂമൻ ഷീൽഡായി വെച്ചുകൊണ്ട് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ തട്ടിയെടുക്കുന്നു മാത്രമല്ല ഞങ്ങൾക്കെതിരെ ഒളിയാക്രമണത്തിന് പദ്ധതിയിടുന്നു. ഇസ്രയേൽ നിലവിൽ ഗസയിലെ ഈ ഭൂഗർഭ തുരങ്കങ്ങൾ, ബങ്കറുകൾ ഇതെല്ലാം തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും അറയിൽ ഇസ്രയേലിൻ്റെ ബന്ദികളെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തും. ഏതാണ്ട് $500 മില്യൺ ഒരു വ്യോമ പദ്ധതി അമേരിക്കയുമായിട്ട് ചേർന്ന് നടപ്പാക്കാനായിട്ട് ഇസ്രയേൽ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ വ്യോമാക്രമണം ഇസ്രയേൽ നടത്തുമ്പോൾ അവിടെ ഹമാസ് പോരാളികളാണോ അതല്ല ഈ പറയുന്ന സാധാരണക്കാരായ ഗസ നിവാസികളാണോ എന്നൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന മേഖലയിലെ ജനങ്ങളെ ഏതാണ്ട് തുടച്ചു നീക്കുന്നതിന് തുല്യമായിട്ട് വരും. ഇതിനോട് ഏതാണ്ട് KC-46 റീഫ്യൂവലിംഗ് ടാങ്കറുകൾ എന്ന് പറയുന്ന അത്യന്താധുനിക യുദ്ധ ടാങ്കറുകൾ ബോയിങ്ങിനോട് മേടിക്കാനായിട്ട് ഇസ്രയേൽ ഏതാണ്ട് കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ വരികയാണെങ്കിൽ മധ്യപൂർവേഷ്യയിലെ ഏത് കോണിലേക്കും ദൈർഘ്യമേറിയ വ്യോമാക്രമണങ്ങൾ നടത്താൻ ഇസ്രയേലിന് സാധിക്കും. അപ്പോൾ അമേരിക്കയിൽ നിന്ന് നേരിട്ട് യുദ്ധവിമാനങ്ങളൊന്നും വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് ആക്രമണം പൂർത്തീകരിച്ചോളാം എന്നുള്ള പരോക്ഷമായ മെസ്സേജ് ട്രംപിന് മുന്നിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു വെക്കുകയാണ്. അപ്പം ലോകത്തിനൊരു സംശയം, ഇങ്ങനെ ഒരു ടാങ്കുകളും അതുപോലെ പറയുന്ന വ്യോമ സംവിധാനങ്ങളുമൊക്കെ അമേരിക്കയോട് ആവശ്യപ്പെടുന്നു എന്ന് വെച്ചാൽ അത് ഇറാനുള്ള പണി കൂടിയാണോ? അപ്പം ഇസ്രയേലിൻ്റെ ലക്ഷ്യം ഇപ്പോൾ ഹമാസിനെ തീർത്ത് ഗസയെ പൂർണ്ണമായിട്ടും കൺട്രോളിലാക്കുകയാണോ, അതോ അവർക്ക് സാമ്പത്തിക സൈനിക സഹായങ്ങളൊക്കെ ചെയ്തു തന്നിരുന്ന എക്കാലവും അമേരിക്കയുടെ ശത്രുപക്ഷത്ത് നിന്നിരുന്ന ഇറാന് മേൽ വീണ്ടും ഒരു ആക്രമണം കൂടി നടത്താൻ പോവുകയാണോ എന്നുള്ളതാണ്. ഇപ്പോൾ രഹസ്യ ആയുധ പദ്ധതികൾ ഇസ്രയേൽ ആസൂത്രണം ചെയ്യുന്നു. ബോക്സ് ഓഫ് സർപ്രൈസ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അതായത് ലേസർ നിയന്ത്രിത ആയുധങ്ങൾ, AI നിയന്ത്രിത സംവിധാനങ്ങൾ, ഡ്രോൺ സ്പെഷ്യൽ യുദ്ധോപകരണങ്ങൾ, ഇതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. കാരണം ഈ ലേസർ നിയന്ത്രിത ആയുധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ സാധാരണഗതിയിൽ രാജ്യങ്ങൾക്ക് ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ കുറവാണ്. അത്തരത്തിലുള്ള നീക്കവും ഡ്രോൺ നിയന്ത്രിത ആക്രമണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനുമായിട്ട് ഇസ്രയേൽ തീരുമാനിക്കുന്നു. അപ്പം ഇതെല്ലാം കൂടെ ചേർന്ന ബോക്സ് ഓഫ് സർപ്രൈസ് ഇസ്രയേൽ വികസിപ്പിക്കുന്നു എന്നുള്ളത് ഈ പലസ്തീൻ ജനതയ്ക്ക് മാത്രമല്ല ഇറാനിലെ ജനങ്ങൾക്കും വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇനി മറ്റൊന്നും അബ്രഹാം ഷീൽഡ് പ്രൊജക്റ്റ് എന്നുള്ളതാണ്. അതായത് മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു സഖ്യം വരുന്നു. നമുക്കറിയാം ഇവിടെ ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊന്നും തന്നെ പരസ്യമായിട്ട് ഈ ഇറാനെയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഗസയിലുള്ള ജനങ്ങളെ ഒന്നും പിന്തുണയ്ക്കുന്നില്ല. കാരണം അവരെ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണ് നയിക്കുന്നത്. അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ ശത്രുപക്ഷത്തിൽ നിൽക്കുന്ന ഹൂത്തികളുണ്ട് യമനിൽ നിന്ന്, അവർക്കെതിരായിട്ട് ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടേക്ക് ഇസ്രയേൽ പതിയെ കാലുറപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് കോറിഡോർ പോലെയുള്ള വൻ പദ്ധതികൾക്ക് എല്ലാ പിന്തുണയും സഹായവും നൽകാമെന്ന് ഇസ്രയേൽ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പം ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ചേർന്ന് ഇസ്രയേൽ സൈനിക, സാമ്പത്തിക, രാഷ്ട്രീയ ഹബ്ബായിട്ട് മാറാൻ ശ്രമിച്ചാൽ
അതിനെ പ്രതിരോധിക്കാൻ ഒരുപക്ഷെ ഗാസയ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പലസ്തീൻ ജനതയ്ക്കോ ഒന്നും സാധിക്കുകയില്ല. എന്തായാലും AI അധിഷ്ഠിതമായ സൈബർ സർവൈലൻസ്, രഹസ്യ നീക്കങ്ങൾ ഇതൊക്കെ തന്നെ ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ലക്ഷ്യം ഇറാനെ തീർക്കാനാണോ ഹിസ്ബുള്ളയെ തീർക്കാനാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില പ്രതിസന്ധികൾ, ചില സംശയങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുകയാണ്. എന്തായാലും പലസ്തീൻകാരുടെ ഫോൺ കോളുകൾ, ഡേറ്റകൾ ഇതൊക്കെ തന്നെ മൈക്രോസോഫ്റ്റ് ക്ലൗഡിൽ സൂക്ഷിച്ചുകൊണ്ട് ചില ഓപ്പറേഷന് ഇസ്രായേൽ പദ്ധതി ഇടുന്നു എന്നതിൻ്റെ രഹസ്യ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പം AI അടിസ്ഥാനമാക്കി ChatGPT പോലെയുള്ള ഒരു ടൂൾ ഇസ്രായേലിൻ്റെ സൈന്യത്തിനായിട്ട് രൂപപ്പെടുത്തുന്നു. അപ്പം ഇസ്രായേൽ ആർമിക്ക് മാത്രം കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന, അവരുടെ ആശയവിനിമയങ്ങൾ ഒട്ടും ചോർന്നു പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ അടിസ്ഥാനമാക്കിയ ChatGPT ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് സാങ്കേതിക രംഗത്തേക്ക് ഒരു വലിയ മുന്നേറ്റം നടത്താൻ ഇസ്രായേലിനെ സഹായിക്കും. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മാത്രമല്ല ലോക ജനതയുടെ സ്വകാര്യത ഇനി എങ്ങനെ സംരക്ഷിക്കുമെന്നുള്ളതാണ് സംശയം ഉളവാക്കുന്ന ഒരു കാര്യം. മാത്രമല്ല ഒരു ഭൂപടം മാത്രം മാറ്റി വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് ഇനി ഭാവിയിൽ ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നെന്നോ പലസ്തീന് വേണ്ടി കുറേ ആളുകൾ നിലനിന്നിരുന്നെന്നോ ഒക്കെ ചരിത്രം രേഖപ്പെടുത്തേണ്ടി വരും. എന്തായാലും യൂറോപ്യൻ യൂണിയനും UN അതുപോലെ തന്നെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമൊക്കെ എതിർത്തിട്ടും ഈ EI സെറ്റിൽമെൻറ്റ് പ്രൊജക്റ്റിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് മാറാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. മാത്രമല്ല ഈ 2500 കോടി രൂപയുടെ പല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എന്ന വാർത്തകളൊക്കെയാണ് നേരത്തെ വന്നതെങ്കിലും ഇപ്പോൾ പറയുന്നത് 500 മില്യൻ്റെ KC-46 ടാങ്കർ ഡീല് അമേരിക്കയുമായിട്ട് ഒപ്പുവെച്ചു. അതോടുകൂടി ഏത് കോണിലും ചെന്ന് വ്യോമാക്രമണം നടത്താം. ഒപ്പം കരസേനയുടെ മുന്നേറ്റമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബങ്കറുകൾ മൊത്തം തകർത്തുകൊണ്ട് ഇനി ഹമാസിന് അവിടെ ഒളിച്ചിരിക്കാനുള്ള അവസരം പൂർണ്ണമായിട്ട് നിഷേധിക്കുന്നു. ഇനി അവരുടെ ഈ പറയുന്ന ആശ്വാസ കേന്ദ്രങ്ങളുണ്ട്, അതായത് ബോംബാക്രമണമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ താൽക്കാലിക ഷെൽട്ടറിലേക്ക് മാറ്റും. ഈ ഷെൽട്ടറിൽ ഏതെങ്കിലും തരത്തിൽ ഭീകരവാദികളുണ്ടെങ്കിൽ അവരെ തുടച്ചു നീക്കും. അപ്പം ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ്റെയൊക്കെ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിലെ ആളുകളുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയാണ്. മറ്റ് സംഘടനകൾ വേണ്ട. UN-ന് വേണമെങ്കിൽ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാം. ഇതാണ് ഇസ്രായേൽ ഏറ്റെടുക്കുന്ന ഒരു കാര്യം. മാത്രമല്ല ഈ പലസ്തീനെ ആക്രമിക്കാൻ പോകുമ്പോൾ ഈജിപ്റ്റ് ഇതിലേക്ക് കടന്നു വരുമെന്നാണ് കരുതിയത്. അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് എബ്രഹാം ഷീൽഡ് പ്രൊജക്റ്റിലേക്ക് കടന്നു വന്നത്. എന്തായാലും മിഡിൽ ഈസ്റ്റിൻ്റെ കേന്ദ്ര ആധിപത്യം ഇസ്രായേൽ കേന്ദ്രീകരിച്ച് വരികയാണെങ്കിൽ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഗസ സിറ്റിയെ പൂർണ്ണമായിട്ടും പിടിക്കാനായിട്ട് ഇസ്രായേൽ രൂപം കൊടുത്ത ഗസ സിറ്റി കൺട്രോൾ പ്ലാൻ ഇത് ഏതാണ്ട് നടപ്പാക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അമേരിക്ക ഇനി ഇതിനോട് എങ്ങനെ കോപ്പറേറ്റ് ചെയ്യും എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമായും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്തായാലും IMEC എന്ന് പറയുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ യാഥാർത്ഥ്യമാക്കിയാൽ അത് ഇന്ത്യക്കും വലിയ നേട്ടമാകും. കാരണം ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന് ഏറെക്കാലത്തെ ഒരു പഴക്കവുമുണ്ട്. ആ രീതിയിലും അമേരിക്കയും ഇപ്പോൾ പിണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ എക്കണോമിക് കോറിഡോർ സ്ഥാപിച്ച് ഒരു മഞ്ഞുരുക്കലിൻ്റെ സാധ്യതയ്ക്ക് വേണമെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാം. ഇതിനോട് വളരെ പെട്ടെന്ന് ട്രംപ് യോജിക്കുകയും ചെയ്യും. കാരണം പലസ്തീൻ എന്ന് പറയുന്ന ഒരു മേഖലയെ ഈ ഭൂപടത്തിൽ നിന്ന് ഒഴിവാക്കുക ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അത് 2025 ഡിസംബറോടെ പൂർത്തിയാകുമെന്ന് പറയുന്നു. പക്ഷേ നിലവിലുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബോക്സ് ഓഫ് സർപ്രൈസുമായിട്ട് ഇസ്രായേൽ രംഗപ്രവേശം ചെയ്യുന്നു. 1-2 മാസങ്ങൾക്കുള്ളിൽ തങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കും. ലേസർ ആയുധങ്ങൾ രംഗത്തേക്ക് ഇറങ്ങുന്നു. AI നിയന്ത്രിത സംവിധാനങ്ങൾ, ഒപ്പം ഡ്രോൺ സ്പെഷ്യൽ യുദ്ധോപകരണങ്ങൾ, കൂടാതെ ഈ ബോയിങ്ങുമായിട്ട് ചേർന്ന് ഈ റീഫ്യൂലിംഗ് ടാങ്കറുകൾ കൂടി വാങ്ങുന്നതോടുകൂടി മധ്യപൂർവേഷ്യയിലെ ഏത് കോണിൽ നിന്നും എവിടേക്ക് വേണമെങ്കിലും വ്യോമാക്രമണം ഇസ്രായേലിന് നടത്താൻ സാധിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സർപ്രൈസ് യുദ്ധതന്ത്രങ്ങളുമായിട്ട് ഇസ്രായേൽ രംഗപ്രവേശം ചെയ്യുന്നു. UN-ന് അല്ലെങ്കിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ലോകം ഇനി ഉറ്റുനോക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.